നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. യൂറോ കപ്പിൽ ഇന്ന് പോർച്ചുഗൽ കളിക്കാൻ ഇറങ്ങുന്നു. എതിരാളികൾ ചെക്ക് റിപ്പബ്ലിക് ആണല്ലോ. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഇതിഹാസ താരങ്ങളിൽ ഒരാൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, പോർച്ചുഗലിനെ ഭയക്കണം. അവര് ഫേവററ്റുകളായിട്ടുള്ള ടീമാണ്. അവരോടൊരു സമനില പിടിക്കാനെങ്കിലും പറ്റിയാൽ നമ്മുടെ ടീമിനത് വലിയ കാര്യമായിരിക്കുമെന്ന് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായിട്ടുള്ള സ്ഡാനെക് ഗ്രിഗേറ പറയുന്നു. അവർക്ക് വേണ്ടി 69 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ളയാളാണ് ഗ്രിഗേറ. അദ്ദേഹം വമ്പൻ ക്ലബ്ബുകൾക്ക് അയാക്സിനും യുവന്റസിനും ഫുൾഹാമിനും ഒക്കെ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അറബിക് പ്ലാറ്റ്ഫോമായിട്ടുള്ള വിൻവിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ കളിയെക്കുറിച്ച് നിരീക്ഷിക്കുന്നത്. അദ്ദേഹം പറയുന്നു, പോർച്ചുഗൽ തീർച്ചയായിട്ടും ഈ യൂറോ കപ്പിൽ ഫേവറിറ്റുകളാണ്. ഈ ഗ്രൂപ്പിലും അവര് തന്നെയാണ് ഫേവറിറ്റുകൾ. നമ്മുടെ ആദ്യ മത്സരം അവർക്കെതിരെയാണ് എന്നുള്ളത് കൊണ്ട് എന്തു വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഒരു സമനിലയെങ്കിലും പിടിക്കുകയാണെങ്കിൽ അത് ചെക്ക് റിപ്പബ്ലിക് ടീമിന് ഏറെ ഗുണകരമായിരിക്കും. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീമിൽ നല്ല ഹാർമണി ഉണ്ട്. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ യൂറോയിൽ അവർക്ക് നല്ല കിരീട സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഗ്രിഗേറ പറയുന്നത്. കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സെച്ചിയുടെ സാധ്യത എന്താണ്, എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി, നമുക്ക് സെമി ഫൈനലിലേക്ക് എത്താൻ പറ്റിയേക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് പലരെയും അത്ഭുതപ്പെടുത്തിയേക്കാം. ബട്ട് ഓഫ് കോഴ്സ് ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് മുന്നോട്ട് കയറാൻ പറ്റിയാൽ നമ്മുടെ ടീമിന് ഈവൻ സെമി ഫൈനൽ വരെ എത്താൻ പറ്റും. ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ തുർക്കി വളരെ സ്ട്രോങ് ടീമാണ്. അവർക്കെതിരെ കളിക്കുമ്പോൾ നമുക്ക് ഗാലറിയിൽ നല്ല സപ്പോർട്ട് ഉണ്ടാവേണ്ടതുണ്ട്. ജോർജിയ അൺനോൺ ആയിട്ടുള്ള ടീമാണ്. പക്ഷേ അവരിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കും നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. എന്നാലും ഞാൻ പറയുക, പോർച്ചുഗലും തുർക്കിയെയും സെച്ചിയെയും അടുത്ത സ്റ്റേജിലേക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നേറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ചെക്ക് റിപ്പബ്ലിക്കിന്റെ മുൻ താരം പറയുന്നു. എന്തായാലും ഇന്ന് കളിക്കളത്തിൽ ഒരു സമനില ചെക്കിന് പോർച്ചുഗലിന് മേൽ ലഭിച്ചാൽ പോലും വലിയ നേട്ടമായിട്ട് അദ്ദേഹം കാണുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് വ്യക്തമാണല്ലോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് വീണ്ടും എത്താം.